ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത് യു പിയിലുള്ള സാൽഡു പാസ്റ്ററുടെ സംശയങ്ങളാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൃത്വം, അദ്ദേഹം ഒരു തൃത്വക്കാരനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് 3 ദൈവങ്ങളുണ്ട്, 3 വ്യക്തികളുള്ള ദൈവത്തെയാണ് അദ്ദേഹം ആരാധിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ഭയങ്കരമായ സംശയമാണ്. എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ സംശയം തീർക്കാൻ വേണ്ടി അദ്ദേഹം ഓരോരുത്തരെയും ഇങ്ങനെ യൂട്യൂബിൽ വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ സംശയം എന്താണെന്ന് നമുക്ക് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഒരു മിനിറ്റ്, ഞാൻ വായിക്കാം. 91:9 നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കും. അപ്പൊ ഇത് രണ്ടുപേരാണ്, ഒരാളാണ്. ഇവിടെ ഇപ്പൊ 2 പേരായിട്ട് തന്നെ. അപ്പൊ 2 പേരായിട്ട് മനസ്സിലാക്കും. അപ്പൊ യഹോവയും അത്യുന്നതനും രണ്ടാണെന്ന് ആണോ പാസ്റ്റർ മനസ്സിലാക്കുന്നത് ഈ വാക്യത്തിൽ? സൗണ്ടിന് കുറവുണ്ടോ പാസ്റ്റർ? ഡോക്ടർ, എനിക്ക് ഡോക്ടർ പറയുന്നത് ചെറുതായിട്ടാ കിട്ടുന്നു. ഒന്ന് എക്സിറ്റ് ചെയ്ത് കയറാവോ? ഓക്കെ, എനിക്ക് തന്നെ പ്രശ്നം മതി. തന്നെയാണോ അതോ രണ്ടാണോ എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ 91-ാം സങ്കീർത്തനം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. യഹോവേ, അപ്പൊ ഇവിടെ ഒരു സെക്കൻഡ് എനിക്കൊരു പ്രശ്നമുണ്ട്. കാരണം ഞാൻ അത്രയും അധികം ചാർജ് ഇല്ലായിരുന്നു. ഇപ്പൊ അത് വളരെ കുറച്ചായിട്ട് കുത്തിയിട്ടിരിക്കുകയാണ്. എങ്കിലും ഞാൻ പറയാം, എനിക്ക് പറഞ്ഞോളൂ. കുഴപ്പമില്ല, നിന്ന് പോകട്ടെ, നമുക്ക് ക്ലോസ് ചെയ്തേ, കുഴപ്പമില്ല. അടുത്ത ദിവസം നമുക്ക് വാക്യം. ഇവിടെ ചോദ്യം ഇതാണ്: യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. അപ്പൊ യഹോവയ്ക്ക് ഒരു അത്യുന്നതനെ ആവശ്യമുണ്ട്, അല്ലെ? യഹോവ അത്യുന്നതനെ വാസസ്ഥലമാക്കിയിരിക്കുകയാണ്. അപ്പോൾ യഹോവ പിതാവായ ദൈവമാണ് എന്ന് എങ്ങനെ പറയും എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ഇപ്പൊ പൊതുവെ യഹോവയാണ് പിതാവായ ദൈവം എന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഇത് 2 പേരാണോ ഒരാളാണോ? അങ്ങനെ ഒരാളാണെങ്കിൽ ഇവിടെ ആശയക്കുഴപ്പം വരും. കാരണം ഇവിടെ 2 പേരായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് എന്താണ് പാസ്റ്റർ ഗുരു? അതിനെപ്പറ്റി 2 കാര്യം എനിക്ക് പറയാനുണ്ട്. ഒന്ന്, അതിന്റെ പ്ലെയിൻ മീനിങ് ഞാൻ പറയാം. ഇപ്പോ ഡോക്ടർ എവിടെയാ താമസിക്കുന്നത്? അടിമാലി. അടിമാലിയിൽ താമസിക്കുന്ന ഡോക്ടർക്ക് പിന്നെ യു പിയില് ഒരു വാസസ്ഥലം ഉണ്ടല്ലോ. എന്നെ ബ്രദറിന് സംബോധന ചെയ്താൽ മതി. ഓക്കെ, ആയിക്കോട്ടെ. അല്ലെ, അതിപ്പോ ഞാൻ ഡോക്ടർ സാജു തോമസിനെ വിളിക്കുന്നില്ല, കുഴപ്പമില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർക്ക് യു പിയിലോ മധ്യപ്രദേശിലോ കണ്ട ഒരു വാസസ്ഥലം ഇല്ലേ? വാരണാസി, ഉത്തർപ്രദേശ് ഉണ്ടല്ലോ. അപ്പോ ഡോക്ടർക്ക് അവിടെയും പോകാൻ കഴിയുമല്ലോ. കഴിയും. ദൈവം എന്ന് പറയുന്ന മനുഷ്യനല്ല, ദൈവത്തിന് ഒരേ സമയം എവിടെയും പോവാം. അപ്പോ ആ വാക്യത്തിൽ എന്താ നമ്മൾ വായിച്ചത്? യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. അപ്പൊ സങ്കീർത്തനക്കാരൻ പറയണ യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. അപ്പൊ എന്റെ സങ്കേതം എന്ന് പറയുന്നത് യഹോവയാണ്. പക്ഷെ യഹോവ അത്യുന്നതനെ വാസസ്ഥലമാക്കിയിരിക്കുകയാണ്. അതെ, അത്യുന്നതനായ പിതാവ് യേശുക്രിസ്തുവിന്റെ ദൈവം യഹോവയിൽ ഒരു വാസസ്ഥലം അവനുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലായ്പ്പോഴും ഒരുമിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം ദൈവം ഇതിന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ: ഇതിനകത്ത് യഹോവ എന്ന് പറയുന്നത് യേശുക്രിസ്തു, അത്യുന്നതൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പിതാവുമാണ് എന്നാണോ പാസ്റ്റർ മനസ്സിലാക്കുന്നത്? അതെ. അന്നേരം നമ്മൾ അതിലൊരു കാര്യം പറഞ്ഞു. മനുഷ്യനായിരിക്കുന്ന സാജു തോമസ് ഡോക്ടറെ പോലെയും എന്നെ പോലെയും പിതാവിന് തന്റെ സ്വർഗത്തിൽ വസിക്കുമ്പോൾ തന്നെ തന്റെ പുത്രനിലും വസിക്കാൻ കഴിയും. കാരണം അതാണ് അത്യുന്നതന്റെ ശക്തി. അത്യുന്നതൻ അതിനുള്ള പവർ ഉണ്ട്, അത് കഴിയും. ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഡോക്ടർ സാജു തോമസ് എന്നാ രക്ഷിക്കപ്പെട്ടതെന്നും കർത്താവുമായുള്ള ബന്ധം എങ്ങനെയാണെന്നുള്ളതും ഡോക്ടർക്കും ഞാൻ ഏത് നിലയിലാണെന്നുള്ളത് എനിക്കും അറിയാം. എനിക്ക് വെളിപ്പെട്ട വെളിപ്പാടാണ് ഞാൻ പറയുന്നത് എന്നെ കുറിച്ച്. സങ്കീർത്തനക്കാരൻ പറയുന്നത് അവരുടെ വെളിപ്പാടാണ്. അതിനെ നമ്മൾ ഒരിക്കലും അതിനെ നിഷേധിക്കുന്നില്ല. പക്ഷെ അവരറിഞ്ഞ അവരുടെ വരികളിൽ മാത്രം ഒതുങ്ങുന്നവനല്ല ദൈവം നമ്മൾ മനസ്സിലാക്കും.
അപ്പോൾ നമ്മൾ വീഡിയോ ശ്രദ്ധിച്ചു കാണുമല്ലോ. സാജു ബദർ വളരെ ആകാംക്ഷയോടെയാണ് 2 പേരുണ്ടെന്ന് ആര് പറയുന്നു, അല്ലെങ്കിൽ 3 പേരുണ്ടെന്ന് പറയുന്നത് ആരാണെന്ന് അദ്ദേഹം പറയുന്നവരെ ആകാംക്ഷയോടെ കേൾക്കും. അല്ലെങ്കിൽ ദൈവം ഏകനാണെന്ന് പറയുന്നവരെ പുള്ളി ശ്രദ്ധിക്കത്തേ ഇല്ല. പുള്ളി വേറെ എവിടെയെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാണാം. വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ആ പാസ്റ്റർ പറഞ്ഞു, ആ പാസ്റ്റർക്ക് എവിടെ നിന്ന് പഠിച്ചാണെന്ന് നമുക്കറിയത്തില്ല, ബൈബിൾ കോളേജിൽ പഠിച്ചായിരിക്കും. 3 ദൈവങ്ങളുണ്ടെന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, 91 സങ്കീർത്തനത്തിൽ അല്ലെ 9 വാക്യത്തിൽ യഹോവ അത്യുന്നതന് 2 പേരാണോ? അപ്പൊ അദ്ദേഹത്തിന്റെ സംശയം തീർക്കുകയാണ് അദ്ദേഹം ഓരോ ഇന്റർവ്യൂസിലും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹത്തിന് ഈ 3 ദൈവങ്ങളും 3 വ്യക്തികളുമുള്ള ദൈവം ഉണ്ടെന്ന് പറയുന്നതിലാണ് അദ്ദേഹത്തിന് താല്പര്യം. ചില സമയങ്ങളിൽ അദ്ദേഹം പാർട്ടിസിപ്പൻസിനെ അല്ലെങ്കിൽ ആളുകളെ കൂട്ടാൻ വേണ്ടി അദ്ദേഹം പറയും യഹോവ യേശു ക്രിസ്തു ഒരാൾ തന്നെയാന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അദ്ദേഹം ഓരോ നമ്പറുകളൊക്കെ ഇടയ്ക്ക് അടിക്കും. അപ്പം അതൊന്നുമല്ല സത്യത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടു പാസ്റ്റർ, അദ്ദേഹത്തിന് ഈ ഐഡിയ പറഞ്ഞു കൊടുക്കുന്ന ആ പാസ്റ്റർ, അപ്പൊ ആ പാസ്റ്റർ പറയുകയാണ് അത്യുന്നതൻ എന്ന് പറയുമ്പോൾ മറ്റൊരാൾ കൂടി ദൈവത്തിനകത്തുണ്ട് അല്ലെ. ദൈവം യേശുക്രിസ്തു രണ്ടാമത്തെ ആളാണ് ഇറങ്ങി വന്നതെന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയാണ്. അപ്പൊ യഹോവയെ അത്യുന്നതൻ, അപ്പൊ യഹോവ അത്യുന്നതനാണെന്ന് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മൾ പതിയെ മനസ്സിലാക്കും. യഹോവ നീ എന്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസ്തലമാക്കിയിരിക്കുന്നു അല്ലെ. സങ്കീർത്തനം 91:9. അപ്പം ഈ അത്യുന്നതൻ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രണ്ടാമത്തെ വ്യക്തി യേശു ആകണമല്ലോ, എന്നാലല്ലേ ഇവരുടെ തൃത്വം വിജയിപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ തൃത്വത്തിനകത്ത് യഹോവയാണ്, അതെ, യേശു ആണ് പഴയ നിയമത്തിലെ യഹോവ. അത്യുന്നതൻ എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്, ആരും കാണത്തില്ലാത്ത ഒരാളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് തൃത്വക്കാരുടെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നത്, ആളുകളെ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇതുവരെ അവർക്ക് അത് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പറഞ്ഞു വന്ന് 3 ദൈവങ്ങളുടെ സെഗ്മെന്റിലേക്ക് അത് പോയി എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. കാരണം ദൈവവചനത്തിൽ പറയുന്ന ദൈവം ഏകനാണ്. അപ്പൊ ഏക ദൈവത്തെ മറന്നുകൊണ്ടാണ് ഇവരുടെ ഈ 3 ദൈവ സങ്കല്പം എന്ന് പറയുന്നത് അല്ലെ. വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണിത്. കാരണം ഇവർ പറയുന്ന തെറ്റുകൾ വളരെ കർക്കശമാണ്. ദൈവവചന വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അത്യുന്നതനെ നിന്റെ വാസ്തലമാക്കിയിരിക്കുന്നത്. സത്യവേദത്തിൽ ഈ വാക്യം എന്താണ്, ഈ വാക്യം പരിഭാഷ നമ്മൾ പലപ്പോഴും പ്രശ്നമാണ് അല്ലെ. വാസസ്ഥലമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പല വിചാരിച്ചിരിക്കുന്നു ഇത് ഭയങ്കര ഒരു പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. 2 പേരുണ്ട് അല്ലെ. അത്യുന്നതനെ നീ നിന്റെ വാസ്തലമാക്കി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ യഹൂദൻ എന്താണ് ഇവിടെ വിശ്വസം, യഹൂദൻ എന്ത് വിശ്വസം സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത്തെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ എന്ത് ചെയ്യുന്നു, സമർപ്പിച്ചിരിക്കുന്നു. അതായത് റോമർ എഴുതിയ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, പുത്രത്വവും അരുളപ്പാടും ആരാധനയും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ചട്ടങ്ങളും വചനവും വാക്തത്വങ്ങളും വിധികളും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭൂമുഖത്തെ ഏക ജാതി എന്ന് പറയുന്നത് ആരാണ്? ഇസ്രായേലാണ്. അപ്പൊ നമ്മുടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകം 147-ാം അധ്യായം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 147-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 19 മുതൽ ഈ 147-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. 147-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നു, അവൻ യാക്കോബിന് തന്റെ വചനവും ഇസ്രായേലിന് തന്റെ ചട്ടങ്ങളും വിധികളും വെളിപ്പെടുത്തുന്നു. അങ്ങനെ യാതൊരു ജാതിക്കും അവൻ ചെയ്തിട്ടില്ല, അവന്റെ വിധികളെ അവർ അറിഞ്ഞിട്ടുമില്ല എന്ന് അവിടെ കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:35 നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യം, 35-ാമത്തെ വാക്യത്തിൽ എഴുതിയാണ്, ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാരെന്ന് പറഞ്ഞു എങ്കിൽ തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ അല്ലെ. റോമർക്ക് എഴുതിയ ലേഖനം 3:2 നമ്മൾ വായിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം, സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നു തന്നെ അല്ലെ. റോമർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം,
അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നിന്നെ ശരണമാക്കുന്ന യഹോവ അത്യുന്നതനായവൻ തന്നെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ബെയ്ലി എഴുതിയിരിക്കുന്ന ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നീ സർവേശ്വരനെ നിന്റെ സങ്കേതവും അത്യുന്നതനെ അഭയസ്ഥാനവുമാക്കിയിരിക്കുന്നുവല്ലോ, സത്യവേദ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ എന്റെ സങ്കേതമായ യഹോവയെ അത്യുന്നതനാക്കിയവനെ തന്നെ നീ നിന്റെ വാസ്തലമാക്കിയിരിക്കുന്നതിനാൽ എന്ന് BCS മലയാളം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. കർത്താവിനെ നീ നിന്റെ സങ്കേതമാക്കിയിരിക്കുന്നത് കൊണ്ട്, അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നത് കൊണ്ട് എന്ന് മലയാളം ബൈബിൾ ഓശാനയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. യഹോവയാണ് എന്റെ അഭയം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മുമ്പ് വായിച്ച POC ബൈബിളിലാണ് നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു എന്ന് അവിടെ കാണുന്നു. ഇനി അടുത്ത ബൈബിളിൽ പറയുന്ന യഹോവയാണ് എന്റെ അഭയം എന്ന് പറഞ്ഞുകൊണ്ട് അത്യുന്നതനായവനെ നീ വാസസ്ഥലമാക്കിയിരിക്കുന്നു. അപ്പൊ പുതിയ ലോക ഭാഷാന്തരത്തിലാണ് അത് കാണാൻ കഴിയുന്നത്. അടുത്ത് എഴുതിയിരിക്കുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുമ്പോൾ എന്തെന്നാൽ ഉയരങ്ങളിലെ വാസസ്ഥലമാക്കി എന്റെ ശരണമായ കർത്താവേ നീ ആകുന്നു, ദോഷം നിന്നോട് അടുക്കുകയില്ല. വിശുദ്ധ ഗ്രന്ഥത്തില് അങ്ങനെ കാണുന്നു. അപ്പം ബൈബിളിലെ തെളിവുകൾ നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ അങ്ങനെ അവർ യഹോവ എന്നുള്ള നാമം നീ മാത്രം എന്ന് പറയുമ്പോൾ എലോൺ അല്ലെ, സങ്കീർത്തനങ്ങൾ 83:18 നമ്മൾ വായിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 83-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങൾ 83:18. 83-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്കും മീതെ അത്യുന്നതൻ എന്ന് അറിയും. അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് യഹോവ മാത്രം അത്യുന്നതൻ. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ നമ്മുടെ സാജു ബ്രദറിന് ആലോചന പറഞ്ഞു കൊടുക്കുന്ന ആ പാസ്റ്റർ പറയുന്നു അത്യുന്നതനായ വേറൊരാൾ കൂടിയുണ്ട് അല്ലെ? അത് ഇവിടെ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ അവർ യഹോവ എന്ന നാമമുള്ള നീ മാത്രം സർവഭൂമിക്ക്, യഹോവ എന്ന നാമമുള്ള, ശ്രദ്ധിക്കണം, നീ മാത്രം സർവഭൂമിക്കും അത്യുന്നതൻ എന്ന് അവിടെ കാണുന്നു. അപ്പൊ ഒരു അത്യുന്നതനുണ്ടോ അല്ലെ? വേറൊരു അത്യുന്നതനുണ്ടോ? അത് ആ ഒരു സാഹചര്യവുമായി ചിന്തിച്ച് നോക്കുമ്പോ യേശു ക്രിസ്തു അത്യുന്നതനോട് പറയുന്ന, അല്ലെങ്കിൽ യഹോവ അത്യുന്നതനോട് പറയുന്നതാണോ ഒന്നാമത്തെ വ്യക്തി ഒന്നാമത്തെ വ്യക്തിയോട് പറയുന്ന കാര്യമാണോ? തൃത്വക്കാര് ചിന്തിക്കുന്നത് പോലെ രണ്ടാമത്തെ വ്യക്തി ഒന്നാമത്തെ ആളോട് പറയുന്ന ഒരു കാര്യമാണോ ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്? കാരണം അത്യുന്നതനെ തന്നെ, അതായത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അവിടെ നമ്മൾ വായിച്ചത് നമ്മൾ നോക്കുമ്പോൾ തന്നെ യഹോവ മാത്രമാണ് അത്യുന്നതൻ എന്നാണ് ആ വാക്യത്തിൽ പറയുന്നത്. അപ്പം എലോൺ, ഒള്ളി എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ബാദ് എന്ന പദവും ഗ്രീക്കിൽ സെപ്റ്റുഞ്ചന്റിൽ മോണോസ് എന്ന പദവും കൊണ്ടാണ് യഹോവ മാത്രം അത്യുന്നതൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്മൂലം യഹോവയല്ലാതെ മറ്റൊരു അത്യുന്നതൻ ഉണ്ടെന്ന് തെളിയിക്കാൻ സ്വർഗത്തിലും ഭൂമിയിലും ആർക്കും കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോ ഉൽപ്പത്തിയുടെ പുസ്തകം 14-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 14:23 അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം. ഉൽപ്പത്തി 14:23 പറഞ്ഞിരിക്കുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും നാഥനായ അത്യുന്നതനായ ദൈവമായ യഹോവയിങ്കലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. അപ്പൊ ആ പാസ്റ്റർ പറഞ്ഞ പോസ്റ്റല്ലേ? അപ്പം ഈ പറയുന്ന സെമിനാരികളിൽ പഠിച്ചു വരുന്നത് വളരെ തെറ്റായ ഒരു കാര്യമല്ലേ? അത്യുന്നതൻ എന്നോ അല്ലെ? പുതിയ നിയമത്തിൽ പറയുന്നു മഹാദൈവവും നമ്മുടെ രക്ഷകനുമായ യേശു ക്രിസ്തു അല്ലെ എന്ന് പറയുമ്പോൾ തന്നെ മഹാദൈവം മറ്റൊരാളും, ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു പറഞ്ഞു മഹാദൈവം മറ്റൊരാളും യേശു ക്രിസ്തു രക്ഷകനുമായിട്ടാണ് ആ വാക്യത്തിൽ കാണുന്നതെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ തൃത്വക്കാർക്ക് എങ്ങനെയെങ്കിലും രണ്ടാമത്തെ വ്യക്തിയാക്കാൻ വേണ്ടി അവരെന്ത് കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. ദൈവവചനത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല, അങ്ങനെ ഒരു കാര്യമേ ഇല്ല.
പിന്നെ എങ്ങനെ ഇവർക്ക് ഇതിന് കഴിയുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെ സാധ്യമാകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. എന്തൊരു ദുരുപദേശം അവർ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത പറഞ്ഞേക്കാണ്, യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. 2 ശമൂവേലിന്റെ പുസ്തകം 22:14 വായിക്കുമ്പോൾ ഇവിടെ കാണുന്നു, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. അല്ലേ, ഇപ്പൊ അത്യുന്നതൻ വേറൊരാളാണോ ഇനി? അല്ലെ, അവിടെ എഴുതിയ അത്യുന്നതനായ യഹോവ. അല്ലെ, ഈ 2 യഹോവമാരുണ്ടോ നമുക്ക്? വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ആ പാസ്റ്റർ പറഞ്ഞ ദുരുപദേശമല്ലേ? കാരണം സാജു ബ്രദറിനെ സംബന്ധിച്ചിടത്തോളം ഈ തൃത്വം എങ്ങനെയെങ്കിലും, കാരണം ദൈവവചനത്തിൽ ഇല്ലാത്ത തൃത്വം എങ്ങനെയെങ്കിലും ആരെ കൊണ്ട് പറയിപ്പിക്കുക, എന്നാലേ അദ്ദേഹത്തിന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇദ്ദേഹം ഇവരെ കൊണ്ടുവന്ന് വീഡിയോ ചെയ്തിട്ട് അവിടെ 2 പേരുണ്ടോ? അദ്ദേഹത്തിന്റെ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആകാംക്ഷയോടെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. കാരണം ഞങ്ങളുടെ ആളുകളുമായിട്ടും അദ്ദേഹം ഇന്റർവ്യൂ നടത്തിയിരുന്നു. അപ്പൊ അതൊന്നും അദ്ദേഹത്തിന് പിടിച്ചില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, നേരെ എന്ത് ചെയ്തു, എങ്ങോട്ടാ പോയത്? അദ്ദേഹം പോയത് ഇങ്ങനെയുള്ള ആളുകളുടെ ഇടയിലാണ്. 2 പേര് പറയുന്നു, അല്ലെങ്കിൽ 3 പേരുണ്ടെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമാണ്. അദ്ദേഹം ഇങ്ങനെ ആകാംക്ഷയോടെ ഇന്റർവ്യൂവിൽ ശ്രദ്ധിക്കും. അല്ലാത്ത ഇന്റർവ്യൂ ആണെങ്കിൽ അദ്ദേഹം ഇങ്ങനെ കുനിഞ്ഞിരുന്ന് സംസാരിക്കും, നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ചിന്ത പോകുന്നത് എങ്ങോട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. അപ്പൊ ഈ ഒരു വാക്യം കാണുമ്പോൾ അവിടെ അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. അപ്പൊ അതാണ് ഒന്നാമത്തെ ആളാണ് നാദം കേൾപ്പിച്ചത്, അല്ലെ, തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം. ഇനി പറയുന്നത്, രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതെ ഇരിക്കും. അവിടെ അപ്പം ആ വാക്യം കാണുമ്പോൾ അത്യുന്നതനാണ്, അല്ലെ, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട്, അല്ലെ, യഹോവയിൽ ആശ്രയിക്കുന്നു. അത് രണ്ടാമത്തെ ആളിൽ ആശ്രയിക്കുന്നു. യഹോവ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നു. അത്യുന്നതൻ വേറൊരാളാണ്. അപ്പൊ ആ അത്യുന്നതൻ എന്ത് ചെയ്യുന്നു? കാരുണ്യം, അല്ലെ, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവർ കുലുങ്ങാതെ ഇരിക്കും. സങ്കീർത്തനങ്ങൾ 21:17. എന്നെ കേൾക്കുന്നവർക്ക് ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക. ഈ വാക്യങ്ങളൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിവ് കിട്ടും. ഇനി അത്യുന്നതനായ യഹോവ ഭയങ്കരൻ, അവൻ സർവ്വഭൂമിക്കും രാജാവാകും, മഹാരാജാവാകുന്നു. അല്ലെ, ഇത് 2 അത്യുന്നതനായ യഹോവ ഉണ്ടോ? അല്ലെ, ഇത് ഭയങ്കര ദുരുപദേശമല്ലേ ഈ പറഞ്ഞത്. കാരണം അപ്പുറത്തിരിക്കുന്ന ആ പാസ്റ്റർ പറഞ്ഞത് വലിയ ദുരുപദേശമാണ്. ദുരുപദേശമാണ് അദ്ദേഹം പറഞ്ഞത്. അത്യുന്നതൻ മറ്റൊരാളുമാണ്, യഹോവ രണ്ടാമത്തെ ആളുമാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ്. കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ആ വാക്യം ശ്രദ്ധിക്കുക, അവിടെ 2 പേരുള്ളതായിട്ട് പറയുന്നില്ല. അത്യുന്നതനായ യഹോവ ഭയങ്കരനാണ്, അവൻ സർവ്വഭൂമിക്കും മഹാരാജാവെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 2 രാജാക്കന്മാരില്ല. അല്ലെ, യേശു ക്രിസ്തു രാജാവാണെന്ന് പറഞ്ഞു, ഇസ്രായേലിന്റെ രാജാവെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. അപ്പോ പഴയ നിയമത്തിൽ നമുക്ക് ഒരു രാജാവേ ഉള്ളൂ, പുതിയ നിയമത്തിൽ ഒരു രാജാവേ ഉള്ളൂ. അവിടെ തന്നെ അദ്ദേഹം പറഞ്ഞത് വചനവിരുദ്ധമാണ് നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി സങ്കീർത്തനങ്ങൾ 92:8 പറയുന്നു, നീയോ യഹോവേ എന്നേക്കും അത്യുന്നതനാകുന്നു. അത് അവിടെ എന്തുകൊണ്ട് അങ്ങനെ വന്നത്? യഹോവയെ നീ സർവ്വഭൂമിക്കും, അല്ല, നീയോ യഹോവ എന്നേക്കും അത്യുന്നതനാകുന്നു. സങ്കീർത്തനം 92:8. നിങ്ങൾ എന്നെ കേൾക്കുന്നവർ ഈ ബൈബിളൊക്കെ തുറന്നു വെച്ചൊന്ന് നോക്കിയാട്ടെ, അവിടെ കാണും ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റ് കൂടെ പറയാ, യഹോവയെ നീ സർവ്വഭൂമിക്കും മീതെ അത്യുന്നതൻ. എങ്ങനെ വന്നു? യഹോവയെ നീ ഭൂമിക്കും മീതെ അത്യുന്നതൻ. സങ്കീർത്തനങ്ങൾ 97:9. ഇതൊക്കെ നിങ്ങൾ ബൈബിൾ തുറന്ന് ഒന്ന് വായിക്കണം, അല്ലേ? അദ്ദേഹം പറഞ്ഞ പോലെ 2 പേരെ ഉണ്ടാക്കാൻ എന്തോ ഒരു പാടാ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് എന്ത് പാടാണ് ഇവർ പെടുന്നത് എന്നുള്ള കാര്യമാണ് എനിക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് ഈ കാലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഇവർ പറഞ്ഞത് വചനവിരുദ്ധമാണ്, അല്ലെ? ആവർത്തന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ അവിടെ 32:39 വായിക്കുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല, യഹോവ ഒരുത്തൻ മാത്രം ദൈവം, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. യെശയ്യാവിന്റെ പുസ്തകം 44:6 പറയുന്നു, ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടോ? അല്ലെ? ഇനിയിപ്പം പുതിയ നിയമത്തിൽ ഒരു ദൈവം രണ്ടാമത്തെ ഒരു ദൈവത്തെ ആക്കി, അല്ലെ? അങ്ങനെ വരുമ്പോൾ തന്നെ, അല്ലെ, പഴയ നിയമത്തിൽ 2 ദൈവം ഉണ്ടായിരുന്നേ പറഞ്ഞിനിമായിരുന്നു, അല്ലെ? പഴയ നിയമത്തിൽ ഉണ്ടെന്ന് അവർ പറയുന്നത്. കാരണം മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമുണ്ട്, വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ടെന്ന് അവിടെ തന്നെ. അപ്പം അതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. അതാ കിടക്കുന്നു. അവിടെ കിടന്ന് പറയുന്നത് എന്താണ്?
ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനില്ല. ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനില്ല. യെശയ്യാവിന്റെ പുസ്തകം 45:6 പറയുന്നു, ഞാൻ തന്നെ യഹോവ, വേറൊരുത്തനുമില്ല. അല്ലെ? തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം 3 പേരുണ്ട്. അത്യുന്നതനുമുണ്ട്, യഹോവയുണ്ട്, മൂന്നാമതൊരു പരിശുദ്ധി ആത്മാവ് കൂടിയുണ്ട്. അങ്ങനെ 3 പേരാണെന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷെ അവിടെ ദൈവവചനം പറയുന്നു മറ്റൊരുത്തനില്ല, വേറൊരാൾ ഇല്ലെന്ന് പറഞ്ഞു. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. അങ്ങനെയായിരുന്നു നേരത്തെ പറഞ്ഞതിനുമായിരുന്നു, ഞാനും എന്റെ പുത്രനും ആത്മാവൂടെ കൂടിയതാണ് ഞങ്ങൾ എന്ന് പറഞ്ഞതിനുമായിരുന്നു. അങ്ങനെ യഹോവയായ ദൈവം ഒരിടത്തും പറഞ്ഞിട്ടുമില്ല, സാക്ഷ്യപ്പെടുത്തിയിട്ടുമില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ യഹോവയായ ദൈവം കള്ളം പറയുമെന്ന് വരത്തില്ലേ? അല്ലേ? നമ്മൾ ചിന്തിക്കണം. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും രക്ഷിതാവുമില്ല. അല്ലെ? ഇനിയിപ്പം രണ്ടാമത്തെ ആളെ ഇനി രക്ഷപ്പെടുത്താൻ ഇനി അയച്ചതാണെങ്കിൽ തന്നെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവുമില്ല, രക്ഷിതാവുമില്ല. ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ലല്ലോ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. യെശയ്യാവിന്റെ പുസ്തകം 46:9 പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനുമില്ല. യോവേൽ 2:27 പറയുന്നു, സർവ്വഭൂമിയും എന്നെ പോലെ മറ്റൊരുത്തനില്ല. തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം 3 പേരാണ്. അല്ലെ? ഒരുപോലെ ഇരിക്കുന്ന 3 പേർ. ചിന്തിക്കണം. ഇനി എഴുതുകയാണ്, നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും? ഞാൻ ആരോട് തുല്യരാകും? അല്ലെ? സമതുല്യരായ 3 പേർ എന്നാണ് തൃത്വം പഠിപ്പിക്കുന്നത്. നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും? എന്നെ ആരോട് തുല്യമാക്കും? ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനും കൊടുക്കുകയില്ല. ഇനിയിപ്പോ പുതിയ നിയമത്തിൽ വന്നപ്പോ രണ്ടാമത്തെ ആൾക്ക് മഹത്വം കൊടുത്തു എന്ന് പറയുമ്പോൾ തന്നെ യഹോവയായ ദൈവം വീണ്ടും കള്ളം പറഞ്ഞല്ലോ. അല്ലെ? എനിക്ക് സമനായവൻ ആർ? ശ്രദ്ധിക്കണം, എനിക്ക് സമനായവൻ ആർ? യിരെമ്യാവിന്റെ പുസ്തകം 49:19 പറയും, എനിക്ക് സമനായവൻ ആർ? 50:44 പറയുന്നുണ്ട്, എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെ നീ അറിയുന്നില്ല. യെശയ്യാവിന്റെ പുസ്തകം 13:4 പറയുന്നു, എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടുമില്ല, എന്റെ ശേഷം ഇനി ഉണ്ടാകുകയുമില്ല. മേൽപ്പറഞ്ഞ വാക്കിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? അദ്ദേഹം പറഞ്ഞതെല്ലാം പോഷ്കാണ്. അല്ലെ? ഇവർ രണ്ടുപേരും പ്രസ്താവിച്ചത് രണ്ടും പോഷ്ക് തന്നെയാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട്, ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ, ഈ വീഡിയോകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.